പണ്ടേ അനുമോൾ ഇങ്ങനെ ആയിരുന്നു, തങ്കച്ചൻ ചേട്ടനെ ഇതേപോലെ പുള്ളിക്കാരത്തി പറ്റിച്ചതാ എന്ന് പറഞ്ഞൊരു സാധനം. ശരിക്കും അത് ഷോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നില്ലേ? അത് ഷോ ഡിമാൻഡ് ചെയ്തിട്ട് ചെയ്ത ഒരു കാര്യമല്ലായിരുന്നു? അപ്പൊ ചേട്ടൻ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. കാരണം എല്ലാരും പറഞ്ഞത് അന്നും തങ്കച്ചനെയും പുള്ളിക്കാരത്തി ഇതേപോലെയാ ചതിച്ചത്, അതേപോലെ അനീഷിനെയും അതുപോലെ ചതിക്കുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ കൂടെ ഒരുമിച്ചായിരുന്നു. ആണല്ല, നമുക്കിപ്പം പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 7 വർഷം കൊണ്ട് അവരുടെ കല്യാണം കഴിയണ്ടേ? പിന്നെ അത് ഷോയ്ക്ക് വേറെ കാര്യമുണ്ട്. ഞാനും ശ്രീവിദ്യയും കോംബോ പോലെ നമ്മളുണ്ടാക്കിയായിരുന്നു. അല്ല, ചില കൂട്ടുകെട്ടുകൾ നല്ലതായിട്ട് ക്ലിക്ക് ആവും. അതിന്റെ കണ്ടന്റ്, അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ആ സംഭവങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട്. പ്രേക്ഷകർ നമ്മളിപ്പോൾ ഒരു സീരിയൽ പുതിയത് എഴുതി അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് അവൻ നന്നായിട്ടൊരു സ്കോർ ചെയ്യുന്നുണ്ടെന്നുള്ള സംഭവം വന്നാൽ ഈ സംഭവം ഇത് കൊള്ളാലോ, ഇത് ജനം എടുത്തല്ലോ. ജനം എടുക്കുന്ന സാധനം കൊടുക്കാനല്ലേ ഇരിക്കണേ. അപ്പം ജനം എടുത്ത സാധനം നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നു, അത് കൊടുക്കുന്നു എന്നുള്ളൂ, അല്ലാതെ വേറെ സംഭവങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ശ്രീവിദ്യയും ഞാനും ഉള്ളൊരു തമാശകളും കോമ്പവും ഞങ്ങളെന്താ കോമ്പോ?